ചില എന്ന് പറഞ്ഞ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വ്യക്തമായി തന്നെ ഒരു കാര്യം പറയുകയാണ്. അതായത് ഒരാൾക്ക് 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈശോ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ധനത്തെ ദൈവം പോലെ കരുതാം, അല്ലെങ്കിൽ ദൈവത്തെ ധനം പോലെ കരുതാം. അല്ലാതെ ഇത് രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലെന്ന് ഈശോ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ഇതിന് വലിയ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, വലിയ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശോ ദൈവത്തെയും ധനത്തെയും ഒരുപോലെ എടുക്കുന്നത്? നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള, നമുക്ക് സാധാരണ അറിയാലോ, ഒരെണ്ണം വരുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈ പദമായിരിക്കുന്ന ഏകദേശം നമുക്കൊരു ധാരണ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് പലപ്പോഴും പിശാചാണ്, അല്ലെ? ദൈവം പിശാച്, അങ്ങനെയാണ് നമ്മൾ സാധാരണ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോഡിയെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ്? ദൈവത്തെയും ധനത്തെയും നിങ്ങൾക്ക് ഒരുപോലെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല, സ്നേഹിക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ധനം എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിലെ ഈശോ പറയുകയാണ്, ധനത്തെ നിങ്ങൾ ദൈവമായിട്ട് എടുത്താൽ ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വിലയുണ്ടാവുകയില്ലെന്ന് പറയുകയാണ്. ധനത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. നമ്മൾ ഇന്നത്തെ സുവിശേഷം ആഴ്ച ചെയ്യുമ്പോൾ ദൈവത്തെ എൻ്റെ സമ്പത്തായിട്ട് എടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ ആശ്രയിച്ചിരുന്നാൽ ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്തൊക്കെ നമുക്ക് നൽകും. നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്ത്, ആ ഒരു സന്തോഷമൊക്കെ ദൈവം നമുക്ക് നൽകും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സ്മൃതമായിട്ട്